പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്നുള്ളത് അമ്മ എന്നുള്ളതാണ്. പൊക്കിൾ കൊടി മുറിച്ചു മാറ്റുമ്പോൾ കുഞ്ഞിന് വേദനിക്കുമോ എന്ന് ചോദിച്ച ഒരമ്മയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മക്കൾക്ക് വിശക്കുമ്പോൾ സ്വന്തം വയറ് നിറയ്ക്കാതെ മക്കളുടെ വയറ് നിറയ്ക്കുന്ന ഒരമ്മയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് മറ്റൊരമ്മയെയും ഒരു ഫാമിലിയെയും നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലോ ലോകത്ത് തന്നെ ഒട്ടനവധി അമ്മമാർ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മക്കളെ വളർത്തുന്നുണ്ട്. എന്നാൽ അതിൽ എടുത്തു പറയേണ്ട ഒരു വിഭാഗം അമ്മമാരെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം, ജന്മന വൈകല്യങ്ങൾ കൊണ്ട് പിറക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ അവരുടെ പാരൻസ്, പ്രത്യേകിച്ച് അമ്മ, എടുക്കുന്ന ഒരു എഫേർട്ട് അത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. കാരണം സാധാരണ കുഞ്ഞുങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ് അവർ. അവരുടെ ബുദ്ധി, അവരുടെ ശാരീരിക വളർച്ച എല്ലാം വ്യത്യസ്തമാണ്. ബുദ്ധി വളർച്ച 30-40 ഒക്കെയുള്ള ശതമാനമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ കൈ കാല് ഇല്ലാതെ വളരുന്ന കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ വളർത്തിയെടുക്കാൻ ആ അച്ഛനമ്മമാർ അല്ലെങ്കിൽ അമ്മ എടുക്കുന്ന എഫേർട്ടിന് അമ്മയ്ക്കൊരു ബിഗ് സല്യൂട്ട്. കേരളത്തിലുള്ള മുഴുവൻ ഇത്തരം അമ്മമാർക്കും ഈ ഒരു ബിഗ് സല്യൂട്ട് അർപ്പിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ആരംഭിക്കുന്നത്. കാരണം അവരനുഭവിക്കുന്ന വേദന, പ്രത്യേകിച്ച് കൈകാലുകളില്ലാതെയും ജന്മനായുള്ള വൈകല്യങ്ങൾ കൊണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ആ അമ്മമാർ എടുക്കുന്ന ഒരു ഓരോ ടൈമായിട്ടാണ്, അവരുടെ ഘട്ടം ഘട്ടമായിട്ടാണ് അവർ ആ കുഞ്ഞിനെ ഓരോ കാര്യങ്ങളും ചെയ്തു പോരുന്നത്. ഇത്തരമുള്ള ഫാമിലിയിൽ സാമ്പത്തികമുള്ള ആളുകളൊന്നും ആയിരിക്കില്ല. എങ്കിൽ പോലും ആ കുഞ്ഞിനെ തൻ്റെ കുഞ്ഞായി സന്തോഷപൂർവ്വം ദൈവം തന്ന നിധിയായി അവർ നോക്കുമ്പോൾ ചുറ്റുവശത്തുള്ള ആളുകൾ അവരെക്കുറിച്ച് വിളിക്കുന്ന എന്താണെന്നറിയാം. ഇത്തരം ഫാമിലികൾക്ക് ഒരു ശാപമായി വന്ന ആ ഒരു കുഞ്ഞ്, ശാപമായി എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ ഈ അച്ഛനമ്മമാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുമല്ല, കുറേ ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്, ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിലുള്ള ജീവിതം ഉണ്ടായത് എന്ന് പറയുന്നു. എന്നാൽ ചിലർ ഇത്തരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത്തരം കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന ഇതും ലോകത്ത് നടക്കുന്നുണ്ട്. ദൈവം തന്ന ജീവൻ അത് സംരക്ഷിച്ചുകൊണ്ട്, തന്നിലൂടെ ജനിച്ച കുഞ്ഞിനെ സംരക്ഷിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവനും അതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്ന അച്ഛനമ്മമാർ, അവരുടെ മുമ്പിലൊരു ചോദ്യമാണ്, ഇനി എന്ത്, ഇനി എങ്ങനെ മുന്നോട്ട്? കാരണം ഞങ്ങളുടെ കാലശേഷം ഇനിയുള്ള കുഞ്ഞുങ്ങൾ എന്താകും, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എന്താകും, അവരുടെ ജീവിതം എന്താകും? സർക്കാരൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിനു വേണ്ടി കേരളത്തിലുടനീളമുണ്ട്. അവരെയൊക്കെ ചെല്ലുമ്പോൾ അവരുടെയൊക്കെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരെയൊക്കെ നോക്കുന്ന ആളുകളുണ്ട്. അതുപോലെ സ്റ്റാഫുകൾ, ആ സ്ഥാപനങ്ങളിലെ സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അവർക്കും ഒരു ബിഗ് സല്യൂട്ട്. കാരണം അവരൊന്നും ആഗ്രഹിക്കാതെ അവരെ സ്നേഹിക്കുകയാണ്. കാരണം സാലറികളൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ എങ്കിൽ പോലും അങ്ങനെയുള്ളൊരു മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്കും ഒരു ബിഗ് സല്യൂട്ട് അടിക്കുകയാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞു വരാൻ കാരണം, ഈ അംഗവൈകല്യമുള്ള കുട്ടികൾ, ജന്മനാ ഡിസേബിളായ കുട്ടികൾ, ക്രോമസോമുകളുടെയൊക്കെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ഡോക്ടർമാർ പറയപ്പെടുമ്പോൾ, ഇത്തരം കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ
അച്ഛനമ്മമാർക്ക് മുമ്പിൽ ചില കഴിവുകൾ അവർ പ്രകടിപ്പിക്കും. അവർക്ക് ചിലത് കുറവായിരിക്കും, എന്നാൽ കുറവിനേക്കാൾ ഉള്ളത് കൂടുതലുമായിരിക്കും. ഇത് ശ്രദ്ധിച്ച് സമൂഹത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരാൻ കൊതിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതുകയാണ്. ഇത്തരം കുഞ്ഞുങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇത്തരം ഫാമിലിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, അവരുടെ കൂടെ നമ്മൾ നിൽക്കണം എന്നൊരാഗ്രഹത്താലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ കൂടുതൽ കാരണം പറയുന്ന ഒരാളാണ്. കാരണം ഉള്ളത് കൊണ്ടാണ് കാരണം പറയുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ എന്താണെന്നുള്ളത്, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മേഖലയാണെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഒരു ചെറിയ സപ്പോർട്ട് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ കലാപരമായ കഴിവുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ കഴിവുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ വയനാട് ഹെവൻസ് എന്ന ഒരു ഗ്രൂപ്പ് സോഷ്യൽ മീഡിയ വഴി സ്റ്റാർട്ട് ചെയ്യുകയും അതിലൊരുപാട് കുട്ടികൾ എൻ്റെ വീഡിയോയും അതുപോലെ എൻ്റെ പോസ്റ്ററുകളൊക്കെ കണ്ട് എന്നിലേക്ക് വരികയും ഒരുപാട് പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള അമല എന്ന ഒരു കൊച്ചു മിടുക്കി, ആ മിടുക്കിയുടെ ഫാമിലിയെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അവരുടെ പെർഫോമൻസ് അടങ്ങിയ വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക. ലോകത്തിൻ്റെ മുൻപിൽ ലോകം കാണേണ്ട വ്യക്തികൾ തന്നെയാണ് ഇവർ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഞാൻ ആ വീഡിയോയിലേക്ക് പോവുകയാണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കാണുക.
പൂത്താലം കൊള്ളാൻ പെണ്ണാളെ സ്വരങ്ങളിൽ വരങ്ങളായി പദങ്ങളായി നിറഞ്ഞു വരാം ഇപ്പോൾ നിങ്ങൾ കണ്ടത് അമലയുടെയും അമലയുടെ അമ്മയുടെയും പെർഫോമൻസാണ്. ഈ ബൈജു ചേട്ടനും ഈ ശൈലശേഷിക്കും അമല കൂടാതെ അമലയുടെ ഒരു അനിയനുണ്ട്. അവനാണ് ഈ കഥയിലെ റിയൽ ഹീറോ. ആദ്യത്തേത് അമല, രണ്ടാമത്തത് അമൽ. അമല എന്ന കൊച്ചുമിടുക്കി അവളുടെ ടാലൻറ്റഡുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഞങ്ങളുടെ ഗ്രൂപ്പ് വഴിയും അതുപോലെ മറ്റു ഗ്രൂപ്പ് വഴിയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യും തീർച്ചയായും, കാരണം അവർക്ക് അത്ര കഴിവുണ്ട്. എന്നാൽ 40% ബുദ്ധി വളർച്ചയുള്ള ഒരു അമൽ എന്ന കുട്ടിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഹീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിലും സമൂഹത്തിന് മുമ്പിലും അവൻ ഹീറോ ആണ്. കാരണം അവനുള്ളതെല്ലാം കൂടുതലാണ്, എന്നാൽ ചിലത് കുറവുണ്ട്. പക്ഷേ അവൻ്റെ അച്ഛനമ്മമാർക്ക് അവൻ്റെ കുറവുകൾ കാണാൻ സാധിക്കില്ല. അവൻ എന്താണോ കൂടുതലുള്ളത് അതാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഡിസേബിളായ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛനമ്മമാർ ഇങ്ങനെ തന്നെയാണ്. സമൂഹത്തിൻ്റെ മുന്നിൽ അവർ കളിയാക്കപ്പെട്ടാലും അവർ ഇത്തരം ഒരു കുഞ്ഞ് ജനിച്ചതുകൊണ്ട് അവർ സന്തോഷിക്കും. എത്ര കഷ്ടപ്പെട്ടാലും ആ കുഞ്ഞിനെ അവർ വളർത്തും. അവരുടെ ജീവിതത്തിൽ അവരുടെ അവസാന ശ്വാസം വരെ ആ കുഞ്ഞിനെ വളർത്തും. പക്ഷേ പിന്നീടെന്ത് എന്നുള്ളത് അവർക്കൊരു ചോദ്യചിഹ്നമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലോ എത്തിച്ചേരും. എന്നിട്ട് പിന്നീട് എന്ത് എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ അമലിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ഈ കുഞ്ഞുങ്ങളെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒരു പക്ഷേ കുറച്ചൊക്കെ അവർക്കൊരു ആശ്വാസമായി മാറിയേക്കാം. ഇപ്പോൾ ഇവരുടെ അച്ഛനാണ് ബൈജു ചേട്ടൻ. ബൈജു ചേട്ടൻ ചെയ്യുന്ന ഒരു പാഠം, ബൈജു ചേട്ടൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്ന ഒരു പാഠമുണ്ട്. കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിച്ചാൽ, അപ്പോൾ ഇതിന് ബൈജു ചേട്ടാ നിങ്ങൾക്ക് ബിഗ് 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 സലൂട്ട്. ഇനി നിങ്ങൾക്ക് അവളുടെ ചേച്ചിയുടെ പാട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു വെറൈറ്റി ഉള്ളൂ. അതുകൊണ്ടാണ് പാട്ട് ഉൾപ്പെടുത്തുന്നത്. ചേച്ചിയുടെ പാട്ടും സാരേ
വിട്ടുതന്നിരിക്കുന്നു. നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്യുക, ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുക. ഈ കുടുംബത്തെ ലോകമറിയട്ടെ, ഇത്തരം കുഞ്ഞുങ്ങളെ ലോകമറിയട്ടെ. ഇത്തരം അച്ഛനമ്മമാരെ ഇനിയുള്ള കാലമെങ്കിലും ലോകം കളിയാക്കാതെ അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാനും മലയാളികൾക്ക് സാധിക്കട്ടെ. അപ്പോൾ ഇനി ഇത്തരം എന്തെങ്കിലും വീഡിയോ കണ്ടൻറ്റോ നിങ്ങളുടെ മുൻവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക, ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുക. ഒരുപാട് ആളുകൾക്ക് സഹായമായി മാറട്ടെ. അമലമോൾക്കും അതുപോലെ അമൽ എന്ന കൊച്ചുമിടുക്കനും ശൈല ചേച്ചിക്കും അതുപോലെ ബൈജു ചേട്ടനും എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാവട്ടെ. ഇതുവരെയുള്ള കഷ്ടപ്പാടുകളൊക്കെ മാറി നല്ല രീതിയിൽ ഇനി കൊച്ചിനെ വളർത്താൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. LK ക്രിയേറ്റർ എന്നാണ് എൻ്റെ വീഡിയോൻ്റെ ഇത് വരിക, നോട്ടിഫിക്കേഷൻ വരിക. നിങ്ങൾ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, LK ക്രിയേറ്ററിനെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.